പിന്നെ ഇവിടെ എത്തിയാലും അറിയാമല്ലോ, നമുക്ക് ഇങ്ങനെ എവിടെയും നിർത്താനൊന്നും പറ്റില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഞാൻ കുറച്ച് നേരം പട്ടി ഷോ കാണിച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ ഷോ കാണിക്കണതില്ലേ, അതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. അവിടെ വലിയൊരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവിടേക്ക് കടന്നപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഒരു ആന. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തിയിട്ടു കേട്ടോ, കാരണം ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ട് വന്നതല്ലേ. അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങനെ മുമ്പോട്ട് പോന്നപ്പോൾ ഇവിടെ ഇങ്ങനെ തേനീച്ചനെ വളർത്തിയിട്ട് അവിടെ നിന്ന് തന്നെ തേനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, റോഡ് സൈഡിന് വെച്ചിട്ട്. നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിൽ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഇവിടേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അത്രയും ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മളിപ്പോൾ എത്തിയുള്ളത് ഗുണ്ടൽപേട്ടയിലെ മുന്തിരി കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയ ടൈമിൽ ഒരുപാട് ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ഞായറാഴ്ച ദിവസം ഫ്രീ കിട്ടുക പോവുക എന്നുള്ള ഒരു മൈൻഡിൽ വന്നതാവുമല്ലോ. ആരും ഒന്നും പറയാൻ പറ്റില്ല, തിരിയാനും അറിയാനും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ആൾക്കാരിത് കണ്ടറിഞ്ഞിട്ട് തന്നെ നിൽക്കുക, ഫോട്ടോ എടുക്കുക, പോവുക. അതുകൊണ്ട് വലിയ തിരക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കടന്ന് നമ്മൾ വിചാരിക്കുന്ന ആ രീതിയിൽ നമുക്ക് ഫോട്ടോ റീലോ അങ്ങനെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളൊന്നും തിരക്കില്ല എന്നോട്ടോ പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ ചോളം വെക്കുന്നുണ്ടായിരുന്നു. അതിന് ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് ഒരു ചോളമൊക്കെ മേടിച്ച് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമായിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ മാവ് ഉണ്ട് കേട്ടോ, ഒത്തിരി മാവുണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, മാങ്ങയൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് വരുന്ന വഴി കുറച്ച് നേരം വീണ്ടും വണ്ടി നിർത്തിയിട്ട് രണ്ട് സൈഡിലും നമുക്കിങ്ങനെ കാണാൻ കുറേ കൃഷികളായിരുന്നു. ഒരു സൈഡിൽ ക്യാബേജ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കോളിഫ്ലവറിൻ്റെ തൈകളുണ്ടായിരുന്നു കേട്ടോ. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ചെണ്ടുമല്ലിപ്പാടുണ്ടായിരുന്നു, ഒരു കളറ് മാത്രമായിട്ടാ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളറ്. സാധാരണ നമ്മൾ ഒരു വേറെ കളറ് ഓറഞ്ച് കളർ പോലെ കാണാറുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ മുളകൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. വിളവെടുത്ത് കഴിഞ്ഞതായിരിക്കാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, കാരണം ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമ്മളെ ട്രിപ്പ്. കാലത്തിറങ്ങി രാത്രിയിലാകുമ്പോഴത്തേനും വീട്ടിൽ എത്തണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്